വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമ്മൾ ഇത്തരം ഹദീസുകളൊന്നും പരിഗണിക്കാറില്ല. കാരണം അത് നമ്മൾക്ക് ആവശ്യമുള്ള ഹദീസും അല്ലല്ലോ. സുലൈമാൻ നബിക്ക് ഇത്ര ഭാര്യമാരുണ്ടായിരുന്നു, അവർ സമീപിക്കാറുണ്ടായിരുന്നു, പ്രവാചകന് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാത്തതുകൊണ്ട് നമ്മളതിനെ സമീപിക്കാറില്ല. പൊതുവെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകത്വത്തെ അവഹേളിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇത്. അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കാറുമില്ല. നമ്മുടെ ഒന്ന് ചർച്ചയിൽ നമ്മളത് കൊണ്ടുവരാൻ ശ്രമിക്കാറുമില്ല. പലരും ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വിവാദമാക്കി എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇടപെടാറുള്ളൂ. ഈ ഹദീസുകളൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾക്കെതിരാണ്, പ്രവാചകത്വത്തിൻ്റെ മഹത്വത്തിനെതിരായ ഹദീസാണ്, ഇസ്ലാമിക സംസ്കാരത്തിന് ചേരാത്ത കുറേ സംഗതികളാണ്. പ്രവാചകൻ അത്രയും ഒരു ദിവസം കൊണ്ട് ഇത്രയും ഭാര്യമാരെ സമീപിക്കുമ്പോൾ അത്രയും നേരം കുളിക്കും വേണ്ടേ? അതൊക്കെ അറബിയുടെ ഒരു സാഹചര്യത്തിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതിയും കൂടിയാണ്. പിന്നെ ആരാണിത് ഉണ്ടാക്കിയത്, എന്താണ് അവർക്ക് ഇതുകൊണ്ടുള്ള ലാഭം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ എഴുത്തുക എന്ന് തന്നെയായിരിക്കും അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഒരു ഹദീസാണെങ്കിൽ. പക്ഷെ ഇത്തരം ഹദീസുകളൊക്കെ സഹീഹ് ബുഖാരിയിൽ കടന്നുകൂടി എന്നതാണ് നമുക്ക് ഏറ്റവും വിഷമമുള്ള സംഗതി.